Hey guys, welcome back to my channel. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇതൊരു Q&A സെഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് യൂട്യൂബ് കമൻസിലായാലും ഇൻസ്റ്റഗ്രാമിലാണ് എനിക്ക് കൂടുതലും പേര് മെസ്സേജ് അയക്കാറ്. അപ്പോൾ എനിക്കൊന്ന് കൂടുതലും +2 കഴിഞ്ഞിരിക്കുന്ന പിള്ളേരാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതലും ചോദിക്കാറ്, ഇപ്പോൾ ഈ കോഴ്സ് എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട്. സോ അപ്പം നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ കുറേ പേര് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്തിട്ട് മാത്രം ഞാൻ സെയിം ഇത് തന്നെ ആയിരിക്കും പറയുക. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചതിനകത്ത് ആദ്യമൊക്കെ ഞാൻ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയും പോസിബിൾ അല്ലല്ലോ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കോഴ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യൂ ചേച്ചി എന്താണ് പഠിച്ചത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പഠിച്ചത് BSc കാർഡിയക് കെയർ ടെക്നോളജിയാണ്. ഞാൻ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ബാംഗ്ലൂരിലേക്ക് ഒരു ഏജൻറ്റ് വഴി അഡ്മിഷൻ എടുത്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. സോ അല്ലാതെ എൻട്രൻസ് എക്സാം അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്കിവിടെ ഉണ്ടായിരുന്നില്ല. കോഴ്സിൻ്റെ പേര് BSc കാർഡിയക് കെയർ ടെക്നോളജി. ഇതൊരു ഞാൻ 2018 ബാച്ചാണ്. ഒരു 3 ഇയേഴ്സ് കോഴ്സും +6 മന്ത്സ് ഇൻറ്റേൺഷിപ്പും ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. എനിക്ക് തൊട്ട് താഴെയുള്ള ജൂനിയേഴ്സ് തൊട്ട് അവരത് 4 ഇയർ കോഴ്സാക്കി, അതായത് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അധികം അങ്ങോട്ട് ആരും കേട്ടിട്ടില്ലാത്ത കുറച്ച് കോഴ്സുകളിൽ ഒന്നാണിത്. പക്ഷേ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു കോഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുറത്തൊക്കെ പോയാൽ തന്നെയും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കോഴ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ചേച്ചി പഠിച്ച കോളേജിൽ ന്യൂ അഡ്മിഷൻസ് ഫുള്ളായോ? നോർമലി ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലാണ് അഡ്മിഷൻസ് ഒക്കെ നടക്കാറ്. അത് നിങ്ങൾക്ക് കോളേജിൽ വേണമെങ്കിൽ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി എവിടെയാണ് പഠിച്ചത്? ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ഏത് ഹോസ്പിറ്റലാണ്? വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ, വൈറ്റ്ഫീൽഡ്. ഹലോ മാം, വാട്ട് ആർ ദി ബുക്സ് യു യൂസ് ടു ലേൺ എക്കോകാർഡിയോഗ്രഫി? പ്ലീസ് റിപ്ലൈ. ഓക്കെ, അപ്പം ഞാൻ മെയിനായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ എക്കോയ്ക്ക് വേണ്ടിയിട്ട് ഏതാ പഠിച്ചത് സോറി ഞാൻ റെഫർ ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് എക്കോയ്ക്ക് വേണ്ടിയിട്ട് ഫിഗമംസും ECGക്ക് വേണ്ടിയിട്ട് ലിയോ ഷാംനത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുമാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്. ചേച്ചി ബാംഗ്ലൂരിൽ എവിടെയാണ്? ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് വൈറ്റ്ഫീൽഡാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ഉണ്ടത്, ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് വായിക്കാം. ഹലോ ചേച്ചി, ഞാൻ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കോഴ്സിനെ നോക്കുന്നതിനിടയിലാണ് ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്. നല്ല വീഡിയോസാണ്. ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ BSc കാർഡിയക് ടെക്നോളജി അത്ര ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ അറിവിൽ ഇങ്ങനെ ആരും എടുത്ത് കേട്ടിട്ടില്ല. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ ചോദിച്ച ഇത് തന്നെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സജന സാദിഖ് എന്ന് പറഞ്ഞിട്ട് ഇതാ ചോദിച്ചിരിക്കുന്നത്, പിള്ളേർക്ക് എന്താ പഠിപ്പിക്കുന്നത്? എന്താ ശരിക്കും ചേച്ചിയുടെ ജോബ്? ഒന്ന് പറഞ്ഞു തരും, എനിക്ക് ഈ കോഴ്സ് എടുക്കണം എന്നുണ്ട്. ഹോണസ്റ്റായിട്ട് എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ചതും ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും ഒക്കെ വൈദേഹിയിലാണ്. ഞാൻ പഠിച്ചെടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 6 ഇയേഴ്സ് ആവുന്നു ഞാൻ ബാംഗ്ലൂർ വന്നിട്ട്. ഈ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ പുറത്തുനിന്ന് നോക്കിയാൽ ഭയങ്കര അടിപൊളിയൊക്കെയാണ്. പക്ഷേ ഉള്ളിൽ കയറുമ്പോഴാണല്ലോ നമുക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവുക, എന്തൊക്കെ പഠിപ്പിക്കും, എത്രത്തോളം പഠിപ്പിക്കും എന്നൊക്കെയുള്ളത്. നമ്മൾ കൂടുതലും എൻ്റെ ഈ കോഴ്സ് ഞങ്ങളൊക്കെ കൂടുതലും ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മളൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ് പഠിച്ചങ്ങനെ പാസ്സായിട്ട് വന്നവരാണ്. പിന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം 2 കൊല്ലമാവുന്ന വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ടാവും, 24 hour ഷിഫ്റ്റ് ഉണ്ടാവും. അതായത് ഇന്ന് രാവിലെ 9 മണി തൊട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 9 o'clock വരെ. എന്നിട്ട് നമുക്ക് ആ ഡേ ഓഫ് എടുക്കാം. മനസ്സിലായോ? അപ്പം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറേ പിള്ളേർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെക്റ്റിക്കല്ലേ ഈ വർക്ക്, ഇങ്ങനെ 24 ഷിഫ്റ്റൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല, അങ്ങനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ ഭയങ്കര പാടായിരുന്നു ഇങ്ങനെ 24 hour ഷിഫ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു എക്കോൻ്റെ ഒരു പോർട്ടബിൾ മെഷീൻ ഉണ്ട്. ആ മെഷീന് നമ്മൾ പിടിച്ചുകൊണ്ട്
എല്ലാ ഫ്ലോറിലും പോകണം. എവിടെ നിന്നൊക്കെ നമുക്ക് കോൾ വരുന്നു അവിടെയൊക്കെ നമ്മൾ എമർജൻസിക്ക് ചെയ്യാനിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി ചെയ്യേണ്ടി വരും. സോ ഭയങ്കര പാടായിരുന്നു. എനിക്ക് കയറിയ സമയത്ത് ഭയങ്കര നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 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 അങ്ങോട്ട് അതങ്ങ് ശീലമായി. നമുക്കറിയാം ഓക്കെ ഇതെന്തായാലും ഇനി മാറാൻ പോകുന്നില്ല, എത്ര കംപ്ലയിൻറ്റ് കൊടുത്താലും എന്ത് ചെയ്താലും മാറാനൊന്നും പോകുന്നില്ല. സോ അഡ്ജസ്റ്റ് ആയി പോവാം. പിന്നെ പിള്ളേർക്ക് എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ പഠിപ്പിക്കുമല്ല, ഞാൻ ട്യൂട്ടർ അല്ല, പിന്നെ വർക്ക് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ഇടയ്ക്കൂടെയും പിള്ളേർക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. മേ ബി അതായിരിക്കും ചോദിച്ചത്. ഹായ് ചേച്ചി, മൈ നെയിം ഈസ് ഹരിപ്രിയ. ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുവാണ്. ബയോസയൻസ് ആയിരുന്നു, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡാണ് നോക്കുന്നത്. എനിക്ക് കാർഡിയോവാസ്കുലർ ടെക്നോളജി ഫീൽഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ചേച്ചിയുടെ വീഡിയോസ് ഉണ്ടപ്പോൾ എനിക്ക് ചേച്ചിയോട് ചോദിക്കണം തോന്നി. പ്ലീസ് ചേച്ചി എനിക്ക് കോഴ്സിനെ കുറിച്ചും കേരളത്തിലെ സ്കോപ്പിനെ കുറിച്ചും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഈ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗൺസിലിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. രജിസ്റ്റേർഡ് കൗൺസിലില്ല പൊതുവേ ഈ പാരാമെഡിക്കലിന്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് വേറെ എങ്ങും പോയി വർക്ക് ചെയ്യാനുള്ളൊരു ഇതില്ല. എന്നാൽ നമ്മുടെ ഈ കോഴ്സിന് BSc കാർഡിയാക് കെയർ ടെക്നോളജിക്ക് ഒരു ഗുണം എന്നുള്ളത് RCS എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്, അതായത് രജിസ്റ്റേർഡ് കാർഡിയാക് സോണോഗ്രാഫർ. ഈ എക്സാം എഴുതിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ കൗൺസിൽ ഇഷ്യൂ വരുന്നില്ല. ഇത് കാണിച്ചാൽ മതി, RCS എന്നുള്ള ഇത് കാണിച്ചാൽ മതി. പിന്നെ ഇതിനെ പറ്റി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. ഈ കൗൺസിലിൻ്റെ ഇഷ്യൂ ഇപ്പോഴും നടക്കുവാണ്. കുറേ നമ്മുടെ ഭാഗത്തുനിന്നും കുറേ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ന്യൂസിലൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും വലിയ രക്ഷയൊന്നും ഉണ്ടായില്ല. അപ്പം എനിക്ക് ഈ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ഇത്രേ അറിയുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ചോദിക്കുന്നതായിരിക്കും നല്ലത്, അറിയാവുന്ന ആരോടെങ്കിലും. പിന്നെ കുറേ പേര് അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, കോഴ്സിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമോ, പ്ലാനിങ് ടു ഡു ദ സെയിം. അത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കുറേ പേര് ചോദിച്ചിരിക്കുന്നത്. നേഴ്സിംഗ് ആണോ ഇതാണോ ബെറ്റർ? അപ്പോൾ എൻ്റെ ഒരു കേസിൽ പറയുവാണെങ്കിൽ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. ഒരു ജോലി കൊച്ചായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം നേഴ്സിംഗ് ആണെങ്കിലും എൻ്റെ ഈ കോഴ്സ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും എൻജിനീയറിംഗ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ട്. എനിക്ക് നേഴ്സിംഗ് പോകാൻ താല്പര്യമില്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തത്. എനിക്ക് ഹാർട്ടിനെ പറ്റി കൂടുതൽ പഠിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും എക്കോ എടുക്കാനും പുതിയ പുതിയ അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഞാൻ എൻ്റെ ഒരു ഇതിൽ എനിക്ക് എൻ്റെ ഈ കോഴ്സ് തന്നെയാണ് ഇഷ്ടം. അതായിരിക്കില്ല ചിലപ്പോൾ വേറെ ആൾക്കാരുടെ, അത് നിങ്ങളുടെ ഓരോരുത്തർ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതെന്താ 24 hours ലീവ് ഒക്കെ ഉണ്ടാവില്ല? എല്ലാ പ്ലേസിലും ജോബ് 24 hours ആണോ? ഇൻസ്റ്റഗ്രാം ഉണ്ടോ? ഡൗട്ട് ചോദിക്കണം. ഓക്കെ, അപ്പം എല്ലാ ഹോസ്പിറ്റലും 24 hours ഒന്നും അല്ല. പുറത്തൊക്കെ പോയാൽ നമുക്ക് അത്രയൊന്നും പകുതി പണി എടുത്താൽ മതി. പുറത്ത് അതായത് UK അവിടെയൊക്കെ പോയാൽ നല്ല സ്കോപ്പാണ് നമ്മുടെ കോഴ്സിന്. ഇവിടെ 24 ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു കേട്ടറിവിൽ 24 hours ഡ്യൂട്ടി ഉള്ളത്. അതൊരു പിറ്റേന്ന് ഓഫ് ഉണ്ടാവും. ആ 24+ അന്നത്തെ ഡേ ഈവനിങ് വരെ നിൽക്കുകയാണെങ്കിൽ, അതായത് ഒരു 30 hours ടോട്ടൽ നിൽക്കുകയാണെങ്കിൽ ആ ഓഫ് നമുക്ക് വേറൊരു ദിവസം എടുക്കാം. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രത്യേകതയാണ്. അടുത്ത ചേച്ചി, വൈദേഹി കോളേജ് ബാംഗ്ലൂർ സിറ്റിയിലാണോ? PG ആണോ അതോ കോളേജ് ഹോസ്റ്റലാണോ? അതൊരു വലിയ കഥയാണ്. ഞാനവിടെ 6 വർഷമായെന്ന് പറഞ്ഞല്ലോ. കുറേ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിലാണ് നിന്നത്. കുറച്ച് അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം അവിടെ നിന്ന് PGയിലേക്ക് മാറി. പിന്നെ ഫ്ലാറ്റ് PG. അവസാനം ഇപ്പം നമ്മൾ നിലവിൽ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരു ട്യൂട്ടർ തിയറി എന്ന് പറഞ്ഞിട്ടൊരാൾ ചോദിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ സിറ്റി റിവ്യൂ, എന്ത് കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത്? സാലറി ഒരു കോഴ്സ് ഡീറ്റെയിൽസ്. നിങ്ങൾ ബാംഗ്ലൂരിലല്ലേ? എനിക്ക് അവിടെ വന്ന് BBA പഠിക്കാൻ ആഗ്രഹമുണ്ട്. സോ ഞാനൊരു +2 സ്റ്റുഡൻ്റാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അവിടുത്തെ ബെസ്റ്റ് കോളേജ്? കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് പറയാം. ബാംഗ്ലൂർ സിറ്റി റിവ്യൂ. ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പനിങ് പ്ലേസ് ആണ്. അത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ എല്ലാ പിള്ളേർക്കും മനസ്സിലാവുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. ആരും നല്ല ഫ്രീഡം ഉണ്ട്, ആരും ചോദിക്കാനില്ല, എന്ത് വേണമെങ്കിലും ഇടാം, ആരൊന്നും നോക്കാനും വരില്ല, ഒന്നുമില്ല. നമുക്ക് തീരുമാനിക്കാം നമുക്ക് എങ്ങനെ നല്ലതുപോലെ നടക്കണോ അതോ എങ്ങനെ നടക്കണം എന്നുള്ളത്. എന്ത് കോഴ്സാണ് നിങ്ങൾ പഠിച്ചതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. സാലറി ഇവിടെയൊക്കെ നോർമലി 20K തൊട്ടൊക്കെയാണ് ബാംഗ്ലൂരിൽ ഇവിടെയൊക്കെ കിട്ടുക. അത് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും. പുറത്തൊക്കെ പോയാൽ സ്റ്റാർട്ടിങ് തന്നെ 1.5 lakhs ഒക്കെയാണ് അതിൻ്റെ സാലറി.
BBA പഠിക്കാൻ ആഗ്രഹമുണ്ട്. സോ എനിക്ക് BBA അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സോ അങ്ങനത്തെ ഉള്ളത് വേറെ നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ ബെസ്റ്റ് കോളേജസ് ഫോർ മെഡിക്കൽ. ഓക്കെ, നാരായണ ഹൃദയയിലെ നല്ല ഹോസ്പിറ്റലാണ്. പിന്നെ മണിപ്പാലുണ്ട്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ കുഴപ്പമില്ല. പിന്നെ ജയദേവ ഉണ്ട്. എല്ലാവരും പറയും ബാംഗ്ലൂരിൽ പഠിച്ചാൽ പിന്നെ ആ കുട്ടിയെ കെട്ടിപ്പിക്കാൻ പറ്റില്ല, അവൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതൊക്കെയാണ് എൻ്റെ ഡൗട്ട്സ്. ഇതെല്ലാവരാണ് കേട്ടോ ചോദിച്ചത്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാംഗ്ലൂർ എന്നല്ല, നമ്മൾ എവിടെ പോയാലും നശിക്കാനുള്ളതാണെങ്കിൽ നശിക്കാം. നമുക്ക് തീരുമാനിക്കാം എങ്ങനെ നടക്കണം എന്നുള്ളത്. ഇപ്പം ബാംഗ്ലൂരിനെക്കാട്ടി കൂടുതൽ ഏറ്റവും കൂടുതൽ വാർത്തകളായിരുന്നു നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ. സോ എല്ലാവരും ഈ പണ്ടോട്ട് ഈ പഴമക്കാർ പറഞ്ഞു തന്നത് ബാംഗ്ലൂരിൽ പോയാൽ തലതെറിച്ച് നടക്കാം. അത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എല്ലാവരും കൊണ്ടുവന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത് ഇപ്പോഴും ആൾക്കാരുടെ ഇടയിൽ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിനെക്കാട്ടി കൂടുതൽ ഓരോ ഇത് ചെയ്ത് വാർത്ത അതിനകത്തൊക്കെ വരുന്ന കേരളത്തിലെ ആൾക്കാർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പത്രം എടുത്ത് വായിച്ചാൽ മതി. ഈ അടുത്ത കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എൻജിനീയറിങ്, മെഡിസിൻ ഇതൊക്കെ അല്ലാണ്ട് കുറേ വേറെ അധികം കോഴ്സസുകളുണ്ട്. അതായത് ഇങ്ങനത്തെ എൻ്റെ കോഴ്സ് പോലത്തുള്ള BSc കാർഡിയാക് ടെക്നോളജി. അതും പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു BSc കാർഡിയാക് ടെക്നോളജി കാർഡിയോവാസ്കുലർ ടെക്നോളജി തമ്മിലുള്ള വ്യത്യാസം എന്താണ്. എൻ്റെ ഇതിൽ നമ്മൾ എക്കോ ആണ് ചെയ്യുന്നത്. അതിൽ അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് അത് ആ റിപ്പോർട്ടും കൊണ്ട് അവർ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവർ തീരുമാനിക്കും അതായത് മെഡിക്കേഷൻസ് കൊടുക്കണോ, സർജറിക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ ഉള്ളത്. കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അവർ ഓപ്പൺ ഹാർട്ട് സർജറിയിൽ അവിടെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് പെർഫെക്ഷനിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യും. പിന്നെ ഈ കോഴ്സസ് മാത്രമല്ല പാരാമെഡിക്കലിലുള്ളത്, കുറേ കോഴ്സുണ്ട്. റേഡിയോളജി, എൻ്റെ BSc കാർഡിയോ ടെക്നോളജി, പെർഫ്യൂഷനിസ്റ്റ്, പിന്നെ OT, അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ്, പിന്നെ ഇപ്പം ന്യൂറോ അങ്ങനത്തെ എന്തൊക്കെ പുതിയ കോഴ്സുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് അതുണ്ടായിരുന്നില്ല. അങ്ങനത്തെ കുറേ കോഴ്സുകളുണ്ട്. ഡയാലിസിസ്, റീനൽ ഉണ്ട്. ഇതൊക്കെയും എല്ലാവരും എടുക്കുന്ന കോഴ്സുകൾ. പുറത്ത് പോയാൽ നല്ല സ്കോപ്പാണ്, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ കുറേ അഡ്മിഷൻസും കാര്യങ്ങളും റിലേറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കുറച്ച് കുട്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ഇൻസ്റ്റഗ്രാം ID TwoLightLS എന്നാണ്. ഷോനലിയ ബാബു നടിച്ചാലും വരും. അപ്പം അതിൽ നോക്കിയാൽ മതി. ഞാൻ അഡ്മിഷൻസ് സെറ്റാക്കി തരുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ കോഴ്സിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫീസ് വന്നിട്ട് പെർ ഇയർ 1,75,000 ആയിരുന്നു. അങ്ങനെ 3 വർഷം 1,75,000 ആയിരുന്നു. ഇപ്പോഴത്തെ ഉള്ളവർക്കൊന്നും അത് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കോഴ്സിനകത്ത് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ എക്കോയ്ക്കാണ്. അതിൽ ECG വരുന്നുണ്ട്, എക്കോ, ഹോൾട്ടർ, TMT, ഇതൊക്കെ ഈ നോൺ ഇൻവേസീവ് കാർഡിയോളജിയിൽ പെടുന്ന കാര്യങ്ങളാണ്. സോ അപ്പം പുറത്തൊക്കെ പോയാൽ ECG മെയിനായിട്ട് എടുക്കുന്നവരുണ്ട്, എക്കോ മെയിനായിട്ട് എടുക്കുന്നവരുണ്ട്, കാത്ത് ലാബ് ഉണ്ട്, അത് പറഞ്ഞില്ല. കാത്ത് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ബോയ്സിനെയാണ്. കാരണം റേഡിയേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെണ്ണുങ്ങൾ അങ്ങനെ പോകാറില്ല. അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ളവരാണ് കൂടുതലും ഈ കാത്ത് ലാബിലേക്ക് പോകുന്നത്. പിന്നെ അല്ലാത്തവരും എടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലി എക്കോയ്ക്കാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അതിൽ പോയത്. ഓക്കെ, പിന്നുള്ള അടുത്തൊരു കേസ് എന്ന് പറയുന്നത് MScനെ പറ്റിയിട്ടുള്ളതാണ്. പഠിപ്പിക്കാൻ പറ്റുമോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് BSc കഴിഞ്ഞിട്ട് നമുക്ക് MSc എടുക്കാം. നമ്മുടെ ഹോസ്പിറ്റലിൽ MSc എടുക്കുന്ന പിള്ളേരുകളൊക്കെ ഉണ്ട്. പുറത്ത് പോയിട്ട് MSc എടുക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബെറ്റർ ഓപ്ഷൻ ഇവിടെ നിന്ന് എടുക്കാണ്ട് പുറത്ത് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടറൊക്കെ ആണെങ്കിൽ MSc എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഞാൻ മെയിനായിട്ടൊരു സംഭവം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഈ കോഴ്സിനെ നമ്മൾ പല രീതിയിലാണ് പല സ്ഥലത്ത് അറിയപ്പെടുക. അതായത് നമ്മളെ എക്കോ ടെക്നീഷ്യൻ എന്ന് വിളിക്കും, കാർഡിയാക് സോണോഗ്രാഫർ എന്ന് വിളിക്കും, എക്കോ കാർഡിയോഗ്രാഫർ എന്ന് വിളിക്കും, കാർഡിയാക് ഫിസിയോളജിസ്റ്റ് എന്ന് വിളിക്കും. പല സ്ഥലത്തും പലതാണ് വിളിക്കും. തീരെ റെസ്പെക്റ്റ് ഇല്ലാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, കുറച്ച് പേര് ചിലവരുണ്ടാവും. അതായത് ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ എൻ്റെ പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഒരു തവണ ഇങ്ങനെ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ എൻ്റെ കോഴ്സ് ഭയങ്കര നല്ലൊരു കോഴ്സാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ കാർഡിയാക് സോണോഗ്രാഫർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടെക്നീഷ്യൻ കോഴ്സ് അല്ലേ, അങ്ങനത്തെ ഒരു തരത്തിൽ ഭയങ്കരമായിട്ടങ്ങ്
ഒന്നും അല്ലാത്ത രീതിയിലാക്കി കളഞ്ഞ പോലെ എനിക്ക് ആദ്യം ഭയങ്കര വിഷമം തോന്നി. ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇപ്പം എൻ്റെ ഹോസ്പിറ്റലത്തെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ 3.5 വർഷം എടുത്ത് പഠിക്കുന്ന സാധനങ്ങൾ ഇത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, വേറെ ഒന്നുമല്ല നമ്മൾ പോയി പഠിക്കുന്നത്. അപ്പം ഈ MBBS കഴിഞ്ഞ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക ഇതിനെ പറ്റിയിട്ട്, ഇതൊക്കെ എങ്ങനെയാണ്, ഇതെങ്ങനെ ഈ അസുഖം കണ്ടുപിടിക്കുന്നത്, ഇതെങ്ങനെ ഇങ്ങനെ വരുന്നത്, കാര്യങ്ങളെല്ലാം ഇവരാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക. നമ്മളാണ് MBBS ഡോക്ടേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ അവർ ജസ്റ്റ് ഇതൊക്കെ ടച്ച് ചെയ്ത് പോകുന്ന കാര്യങ്ങളായിരിക്കും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളാണ് ഇവിടെ 3.5 വർഷം കുത്തിയിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ആരും ഇതിനൊരു കൊച്ചായിട്ട് കാണേണ്ട ഒരാവശ്യമില്ല. പ്രത്യേകിച്ച് ചില ഡോക്ടേഴ്സ്, എനിക്ക് പേഴ്സണൽ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ബാംഗ്ലൂർ ആണെങ്കിലും നാട്ടിലാണെങ്കിലും കുറച്ച് പേര് അറിയാത്തവരാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരുമാതിരി പുച്ഛിച്ച് തള്ളി അങ്ങനെ ആക്കി ഒരു കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. സോ പുറത്തൊക്കെ പോയ കാർഡിയാക് ഫിസിയോളജിസ്റ്റ്, കാർഡിയാക് സോണോഗ്രാഫർ എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഭവമാണ്. അപ്പം ഇത്രയൊക്കെ എനിക്കൊന്ന് പറയണം തോന്നിയിട്ട്. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന്. ഒരു എല്ലാം കൂടെ ഒരുമിച്ചൊരു ഇതടങ്ങുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ നിങ്ങളതിന് കാണത്തുമില്ല, ഇത്രയും വലുതാണെന്ന് ഓർത്തിട്ട്. സോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.